വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റിയെ കുറിച്ചാണ്, ഫങ്ഷൻ ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി ഫങ്ഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ടുഡേ വി വിൽ സ്റ്റഡി ഓർഡിനൽ യൂട്ടിലിറ്റി ഫങ്ഷൻ. കാർഡിനൽ യൂട്ടിലിറ്റി ഫങ്ഷൻ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആർ two ways or two approaches to study consumer behavior. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ പഠിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് സമീപനങ്ങളാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയും അതുപോലെ തന്നെ ഓർഡിനൽ യൂട്ടിലിറ്റി ഫങ്ഷനും. ഇനി എന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി ഫങ്ഷൻ? ഓർഡിനൽ യൂട്ടിലിറ്റി ഫങ്ഷൻ റെപ്രസെൻറ്റ്സ് എ കൺസ്യൂമേഴ്സ് ചോയ്സ് ഓർ കൺസ്യൂമേഴ്സ് പ്രിഫറൻസ്. കൺസ്യൂമറുടെ പ്രിഫറൻസിനെ ബേസ് ചെയ്താണ് അത് നമ്മൾ പഠിക്കുന്നത്. പ്രിഫറൻസസ് ഓഫ് ഡിഫറെൻ്റ് കോമ്പിനേഷൻസ് ഓർ ഡിഫറെൻ്റ് ബണ്ടിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അവിടെ നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി പഠിച്ചത് എന്താണ്? അത് മെഷറബിൾ ആണെന്ന് ഡയറക്റ്റ് കമ്പയർ ചെയ്യാം, സ്പെസിഫിക് വാല്യൂ ഉണ്ട്, ഇതേ രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഫോർ ഡിഫറെൻ്റ് ബണ്ടിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഓർഡിനൽ യൂട്ടിലിറ്റി ഫങ്ഷൻ റെപ്രസെൻറ്റ്സ് കൺസ്യൂമേഴ്സ് ഡിഫറെൻ്റ് ബണ്ടിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇറ്റ് ഫോക്കസസ് ഓൺ ordinal preferences rather than a specific values of utility. ഇപ്പോൾ സ്പെസിഫിക് വാല്യൂസ് ഓഫ് യൂട്ടിലിറ്റി ആണ് കാർഡിനൽ യൂട്ടിലിറ്റിയിൽ പഠിച്ചെങ്കിൽ ഇവിടെ നമ്മൾ ഓർഡർ ഓഫ് പ്രിഫറൻസ്, അതാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഓർഡർ ഓഫ് പ്രിഫറൻസ് ആണ്. ഓർഡർ ഓഫ് പ്രിഫറൻസിന് പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ കൺസ്യൂമർ behavior and consumer choice basically, or that is the basis of preferences. കൺസ്യൂമർ പ്രിഫറൻസ് അതെന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു? കൺസ്യൂമറുടെ ചോയ്സും അതുപോലെ തന്നെ ബിഹേവിയറും അനുസരിച്ചായിരിക്കും കൺസ്യൂമർ പ്രിഫറൻസസ്. അപ്പോൾ അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഓർഡിനൽ യൂട്ടിലിറ്റി ഫങ്ഷൻ റെപ്രസെൻറ്റ്സ് എ കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ഫോർ ഡിഫറെൻ്റ് ബണ്ടിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അവിടെ ഡിഫറെൻ്റ് ബണ്ടിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇറ്റ് ഫോക്കസസ് ഓൺ ദി ഓർഡർ ഓഫ് പ്രിഫറൻസസ് റാദർ ദാൻ ദി സ്പെസിഫിക് ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് യൂട്ടിലിറ്റി. ഇവിടെ കാർഡിനൽ യൂട്ടിലിറ്റി അതവിടെ റാദർ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ റാദർ ദാൻ ദി സ്പെസിഫിക് ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് യൂട്ടിലിറ്റി. കാർഡിനൽ യൂട്ടിലിറ്റി നമ്മൾ എന്താണ്? സ്പെസിഫിക് ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് യൂട്ടിലിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. എന്നാൽ ഇത് ഇവിടെ നമ്മൾ ഡിഫറെൻ്റ് ബണ്ടിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇറ്റ് ഫോക്കസസ് ഓൺ ദി ഓർഡർ ഓഫ് പ്രിഫറൻസ്. അതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി ഓർഡർ ഓഫ് പ്രിഫറൻസ്. സിമ്പിളായിട്ട് നമ്മൾ ഓർമ്മിച്ചിരിക്കുക. ഹിയർ വി സേ ദാറ്റ് വൺ ബണ്ടിൽ ഈസ് പ്രിഫേർഡ് ടു അനദർ. ഇവിടെ നമുക്ക് പറയാവുന്നത് വൺ ബണ്ടിൽ ഈസ് പ്രിഫേർഡ് ടു അനദർ. എന്നാൽ കാർഡിനൽ യൂട്ടിലിറ്റിയിലോ നമ്മൾ ഒരു സാധനം, ഇപ്പോൾ ആപ്പിൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു, 8 യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നു. ഫസ്റ്റ് യൂണിറ്റ് വി വിൽ ഗെറ്റ് ദി കൺസംഷൻ ഓഫ് ദി ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ആപ്പിൾ സപ്പോസ് 6 യൂണിറ്റ്. ദെൻ 11 യൂണിറ്റ്, ഇങ്ങനെ 18 യൂണിറ്റ്, 20 യൂണിറ്റ്, 21 യൂണിറ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു. അതിൻ്റെ ടോട്ടൽ ആ രീതിയിൽ ടോട്ടൽ യൂട്ടിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അവിടെ ടോട്ടൽ യൂട്ടിലിറ്റി മീൻസ് ക്യുമുലേറ്റീവ് യൂട്ടിലിറ്റി ഓർ ഓവറാൾ യൂട്ടിലിറ്റി ഫ്രം ദി കൺസംഷൻ ഓഫ് ദീസ് 8 ആപ്പിൾസ്. ഇപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യുന്നു. ഇവിടെ അതല്ല, ബണ്ടിലാണ്. ഇവിടെ കാർഡിനൽ യൂട്ടിലിറ്റി നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ഇതൊക്കെയാണ് ഇതിൻ്റെ കമ്പോണൻസ് എങ്കിൽ ഇവിടെ നമ്മൾ ഇൻഡിഫറൻസ് കർവാണ് ഓർഡിനൽ യൂട്ടിലിറ്റിയുടെ മെയിൻ ടൂൾ അല്ലെങ്കിൽ മെഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഹിയർ
വി സേ വൺ ബണ്ടിൽ ഈസ് പ്രിഫേർഡ് ടു അനദർ. ഇവിടെ നമ്മൾ ഒരു ബണ്ടിലിൽ നിന്ന് മറ്റൊരു ബണ്ടിലേക്ക് പോവുകയാണ്. താഴേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം സപ്പോസ് എ കൺസ്യൂമർ സെലക്ടിങ് ബണ്ടിൽ എ, ബണ്ടിൽ ബി, ബണ്ടിൽ സി. അപ്പം 3 ബണ്ടിൽ എ പ്രിഫേർഡ് ടു ബി, ബി പ്രിഫേർഡ് ടു സി, അഗെയിൻ എ പ്രിഫേർഡ് ടു സി. ഇതേ രീതിയിൽ ഒരു പ്രിഫറൻസ് ആണ്, അവിടെ റാങ്കിങ് ആണ് വരുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഒരു സിമ്പിൾ യൂട്ടിലിറ്റി ഫംഗ്ഷന്റെ ഡെഫിനിഷനാണ് റൂട്ട് ഓഫ് എക്സ്. സിമ്പിൾ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ്. എക്സ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്. ഇനി നമുക്ക് സപ്പോസ് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. സപ്പോസ് എ, ബി ആൻഡ് സി ആർ 3 ബണ്ടിൽസ്. ഇവിടെ എയും ബിയും സിയും 3 ബണ്ടിൽസ് ആണ്. സപ്പോസ് ഏതെങ്കിലും ഗുഡ് എക്സ് ആയിരിക്കട്ടെ, ഇത് ഗുഡ് വൈയും. അപ്പോൾ അവിടെ ബണ്ടിൽ എ എന്ന് പറയുന്നത് എന്താണ്? 4 യൂണിറ്റ് എക്സും 2 യൂണിറ്റ് വൈയും ഉൾപ്പെടുന്നതാണ് ബണ്ടിൽ എ. ബണ്ടിൽ എ represents 4 യൂണിറ്റ് ഓഫ് എക്സ് ആൻഡ് 2 യൂണിറ്റ്സ് ഓഫ് വൈ. Then bundle B represents 3 unit of apple X and 3 unit of Y. Then bundle C 2 units of X and 4 units of Y. ഇതാണ് 3 ബണ്ടിലുകൾ എ ബി സി എന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇനി നമുക്ക് അത് എങ്ങനെയാണ് അതിൻ്റെ പ്രിഫറൻസ് എന്ന് കണ്ടുപിടിക്കാം. യൂട്ടിലിറ്റി എ ഗ്രേറ്റർ ദാൻ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എ ഗ്രേറ്റർ ദാൻ അല്ലെ ബണ്ടിൽ എ ഗ്രേറ്റർ ദാൻ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ബണ്ടിൽ ബി. അപ്പോൾ ഇവിടെ ബണ്ടിൽ എ ഗ്രേറ്റർ ദാൻ ബണ്ടിൽ ബി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എ പ്രിഫേർഡ് ബി. എക്കാണ് അവിടെ മൂല്യം കൂടുതൽ. ആ അർത്ഥത്തിലാണ് നമ്മൾ എ പ്രിഫർ ചെയ്തു ബിക്ക് പകരം. രണ്ടാമത്തെ കേസോ? അപ്പൊ 2 വീതമാണ് കമ്പയർ ചെയ്യുന്നത്, എയും ബിയും ആയി. ഇനി ആൻഡ് അതുപോലെ തന്നെ ബണ്ടിൽ എ ഗ്രേറ്റർ ദാൻ ബണ്ടിൽ സി. ബണ്ടിൽ എ ഗ്രേറ്റർ ദാൻ ബണ്ടിൽ സി. അപ്പൊ ഇവിടെ ബണ്ടിൽസ് എ ആണ് ഏറി നിൽക്കുന്നത് അല്ലേ? ഇനി ബണ്ടിൽ ബിയുടെ കേസ് എടുക്കാം. അപ്പോൾ ബണ്ടിൽ എ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെ വന്നു? യൂട്ടിലിറ്റി ഫംഗ്ഷൻ bundle A greater than bundle B, then and bundle A greater than bundle C. അപ്പോൾ എ ആണ് ബിക്കും സിക്കും ഏക്കാൾ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ആണെന്നർത്ഥം, ഹയസ്റ്റ് ആണ്. രണ്ടാമത് ബി നമുക്ക് നോക്കുമ്പോൾ ബണ്ടിൽ ബി ഗ്രേറ്റർ ദാൻ ബണ്ടിൽ സി, ബട്ട് ബണ്ടിൽ ബി ലെസ് ദാൻ ബണ്ടിൽ എ. അപ്പോൾ ബണ്ടിൽ ബി എന്ന് പറയുന്നത് ഇതിന് ഇടയിൽ വരുന്നു, എക്കും സിക്കും ഇടയിൽ വരുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബണ്ടിൽ ബി ഗ്രേറ്റർ ദാൻ ബണ്ടിൽ സിയേക്കാൾ വലുതാണ്, ബട്ട് ബണ്ടിൽ ബി ലെസ് ദാൻ ബണ്ടിൽ എ. കാരണം എ ആണ് ഏറ്റവും വലുത് അല്ലേ? ദി ഹയസ്റ്റ് എന്ന് പറയുന്നത് എ ആണ്, ബണ്ടിൽ എ ആണ്. മിഡിൽ വരുന്നത് ബി ആണ്, ലീസ്റ്റ് എന്ന് പറയുന്നത് ബണ്ടിൽ സി ആണ്. അതിനെ നമുക്ക് ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഇനി ബി എ ഒന്നുകൂടെ താരതമ്യം ചെയ്യുമ്പോഴോ ഇവിടുത്തെ കേസിൽ ബട്ട് ബി ലെസ് ദാൻ ബണ്ടിൽ എ. ഇനി സി എ നമ്മൾ താരതമ്യം ചെയ്യുന്നു. ബണ്ടിൽ സി എന്താണ്? ബണ്ടിൽ സി ലെസ് ദാൻ ബണ്ടിൽ എ ആൻഡ് ബണ്ടിൽ സി ലെസ് ദാൻ ബണ്ടിൽ ബി. അപ്പൊ ബണ്ടിൽ എയേക്കാളും ബണ്ടിൽ ബി യേക്കാളും വാല്യൂ, ലീസ്റ്റ് വാല്യൂ ഉള്ളതാണ് ബണ്ടിൽ സി. മിഡിൽ വാല്യൂ ഉള്ളതാണ് എന്ത്? ബണ്ടിൽ ബി. ഹയസ്റ്റ് വാല്യൂ ഉള്ളതാണ് ബണ്ടിൽ സി എന്ന് പറയുന്നത്, ബണ്ടിൽ സി എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ സിമ്പിൾ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? യു ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ്. എക്സ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്. ഇവിടെ വി ആർ ടേക്കിംഗ് 3 ബണ്ടിൽസ്, ബണ്ടിൽ എ, ബണ്ടിൽ ബി ആൻഡ് ബണ്ടിൽ സി. ബണ്ടിൽ എ റെപ്രസെന്റ്സ് 4x and 2y. Bundle B represents 3x and 3y. Bundle C represents 2x and 4y. So we can write function of a bundle greater than bundle B and function of A greater than bundle C. അപ്പോൾ എ എന്ന് പറയുന്ന ബണ്ടില് ഏതിനേക്കാൾ ഒക്കെ വലുതാണ്? ബി യേക്കാളും സി യേക്കാളും വലുതാണ്, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി ബണ്ടിൽ ബി പരിശോധിച്ചാലോ? ബണ്ടിൽ ബി ഗ്രേറ്റർ ദാൻ ബണ്ടിൽ സി. ബണ്ടിൽ ബി സി യേക്കാൾ വലുതാണ്, ബട്ട് ബണ്ടിൽ ബി ലെസ് ദാൻ ബണ്ടിൽ എ. അപ്പോൾ രണ്ടാമത്തെ കേസ് അതാണ്. ഇനി അപ്പോൾ ബണ്ടിൽ ബി
ഗ്രേറ്റർ ദാൻ ബണ്ടിൽ സി ബട്ട് ബണ്ടിൽ ബി ലെസ് ദാൻ ബണ്ടിൽ എ. അപ്പോൾ ബി എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ബണ്ടിൽ സി ആൻഡ് ബണ്ടിൽ എ. ദാറ്റ്സ് ഓൾ. ഇനി ബണ്ടിൽ സി എന്ന് പറയുന്നത് ബണ്ടിൽ എയേക്കാൾ ലെസ് ദാൻ ആണ് ആൻഡ് ബണ്ടിൽ സി ലെസ് ദാൻ ബണ്ടിൽ ബി. എയേക്കാളും ബിയേക്കാളിലും ലെസ് ആണ്. ദാറ്റ് മീൻസ് ബണ്ടിൽ എ ഈസ് ദി ഹയസ്റ്റ്, ബണ്ടിൽ ബി മിഡിൽ, ബണ്ടിൽ സി ലീസ്റ്റ്. ഇനി നമുക്ക് ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനിലൂടെ ഇത് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ can be explained with the help of ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. കാർഡിനൽ യൂട്ടിലിറ്റി നമ്മൾ പഠിച്ചു. യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റിയൊക്കെ ബേസ് ആണെങ്കിൽ ഇവിടെ ഇൻഡിഫറൻസ് കർവാണ്. നോക്കാം എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ. ആൻ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്സ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് വിൽ ഗിവ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് റെപ്രസെന്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്, രണ്ട് ഗുഡ്സുകളുടെ കോമ്പിനേഷനാണ്. അതിൽ ഏത് കോമ്പിനേഷൻ നമ്മൾ എടുത്താലും ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു. അതാണ് 0xy 1 2 3 4 5 1 2 3 4 5. ഇപ്പം ഇവിടെ നമുക്ക് അത് എങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ 4 യൂണിറ്റ്സ് ആദ്യത്തെ ബണ്ടിൽ എങ്ങനെയാണ് 4 യൂണിറ്റ്സ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ 4, ഇത് എക്സ് ക്വാണ്ടിറ്റി ഓഫ് എക്സ്, 4 യൂണിറ്റ്സ് ഓഫ് എക്സ്. ആ സമയത്തെ നമുക്ക് വൈ എത്രയാണ് 2 യൂണിറ്റ്സ്. അപ്പോൾ ഇത്രയും ഇങ്ങനെ വരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ 3 യൂണിറ്റ്സ് ഓഫ് എക്സ് ആൻഡ് 3 യൂണിറ്റ്സ് ഓഫ് വൈ. ഇത് 3 ആണ്, 3 യൂണിറ്റ്സ് ഓഫ് എക്സും 3 യൂണിറ്റ്സ് ഓഫ് വൈയും. എങ്ങനെ വരുന്നു? സെയിം, 3 യൂണിറ്റ്സ് ഓഫ് എക്സ് ആൻഡ് 3 യൂണിറ്റ്സ് ഓഫ് വൈ. ദെൻ 2 യൂണിറ്റ്സ് ഓഫ് എക്സ്, 2 യൂണിറ്റ്സ് ഓഫ് എക്സ്, 2 യൂണിറ്റ്സ് ഓഫ് എക്സും 4 യൂണിറ്റ്സ് ഓഫ് വൈയും, 4. യെസ്. ഇനി നമുക്ക് ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാം. എങ്ങനെ ഇൻഡിഫറൻസ് കർവ്? അപ്പോൾ ഇതിൽ ഏതാണ് എ ബണ്ടിൽ എ, ബണ്ടിൽ ബി, ബണ്ടിൽ സി. ഓക്കെ, ഇതാണ് ഡിഫറൻറ്റ് ബണ്ടിൽസ്. ബണ്ടിൽ എ, ബണ്ടിൽ ബി, ബണ്ടിൽ സി. IC ഇൻഡിഫറൻസ് കർവ്. ഒരു കർവേ ഉള്ളതുകൊണ്ട് IC1 എന്ന് ഞാൻ എഴുതി തന്നേ ഉള്ളൂ. അപ്പോൾ OX ആക്സിസ് റെപ്രസെൻറ്റ്സ് കമ്മോഡിറ്റി Y അല്ലെങ്കിൽ ഗുഡ് എക്സ്. OX ആക്സിസ് റെപ്രസെൻറ്റ്സ് ഗുഡ് എക്സ്. OY ആക്സിസ് റെപ്രസെൻറ്റ്സ് ഗുഡ് വൈ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ബണ്ടിലിനെ മാർക്ക് ചെയ്യാം. ഇനി അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ്സ് ദി കോമ്പിനേഷൻ ഓഫ് two goods that gives or that provide maximum satisfaction or same level of satisfaction. ഏത് ബണ്ടിൽ നമ്മൾ സെലക്ട് ചെയ്താലും സെയിം ലെവൽ ഓഫ് എ ചൂസ് ചെയ്താലും ബി സെലക്ട് ചെയ്താലും സി സെലക്ട് ചെയ്താലും. ഇനി ഇതൊന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെ നോക്കാം? ഇപ്പൊ എ ആണെന്ന് പറഞ്ഞു, ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി, ഗ്രേറ്റർ ദാൻ സി. അപ്പോൾ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് എ ആണ്, ഹയസ്റ്റ്. ബി എന്ന് പറയുന്നത് മിഡിൽ ആണ്, സി എന്ന് പറയുന്നത് ലീസ്റ്റ് ആണ്. അപ്പോൾ ഇത് ലീസ്റ്റ്, ഇത് മിഡിൽ, ഇത് ഹയസ്റ്റ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇത് തിരിച്ചു എഴുതാം. എങ്ങനെ? ബണ്ടിൽ സി ലെസ് ദാൻ ബണ്ടിൽ ബി ലെസ് ദാൻ ബണ്ടിൽ എ, ഇങ്ങനെ എഴുതാം. അപ്പോൾ ബണ്ടിൽ എ ഗ്രേറ്റർ ദാൻ ബണ്ടിൽ ബി ഗ്രേറ്റർ ദാൻ സി, ഓർ ബണ്ടിൽ സി ലെസ് ദാൻ ബണ്ടിൽ ബി ലെസ് ദാൻ ബണ്ടിൽ എ. ഈ രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഇവിടെ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ദി കൺസ്യൂമർ പ്രിഫറൻസ് റാങ്കിങ് ഈസ് എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി. അതാണ്. അപ്പോൾ ദി കൺസ്യൂമർ പ്രിഫറൻസ് റാങ്കിങ്
is A greater than B greater than C. Okay, actual quantity vary but ranking will be the same. റാങ്കിങ് എപ്പോഴും സെയിം ആയിരിക്കും, പക്ഷേ ആക്ച്വൽ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും ഇവിടെ. ഇനി നമുക്ക് ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസും കൂടെ ഒന്ന് നോക്കാം. സിമ്പിളായിട്ട് ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഇവിടെ എന്താണ് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ്. ഇനി ഇൻഡിഫറൻസ് കർവിന്റെ നേച്ചർ നോക്കിയേ. ഇൻഡിഫറൻസ് കർവ് IC1 IC1. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി എന്താണ്? ഇൻഡിഫറൻസ് കർവ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ളതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. ഇതിന്റെ കാരണം എന്താണ്? വൈ ഇൻഡിഫറൻസ് കർവ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്? ബിക്കോസ് വെൻ വി ചൂസ് വൺ ബണ്ടിൽ മോർ അല്ലെങ്കിൽ when we choose one commodity more, we must cut down or we must reduce the consumption of another good. അപ്പോൾ ഒരു സാധനത്തിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടണമെങ്കിൽ മറ്റേ സാധനത്തിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണം. ദാറ്റ്സ് ഓൾ. അപ്പോൾ if we choose more of A, we must reduce B. ബിയുടെ കൺസംഷൻ കുറയ്ക്കണം. അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തത്, it is a downward sloping എന്ന് പറയുന്നത് it is convex to the origin കോൺവെക്സ് ആണ് ഒറിജിൻ. ഇതിന്റെ കാരണം എന്താണ്? diminishing marginal rate of substitution ആണ് രണ്ടാമത്തെ കാരണം. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. അത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആവാൻ കാരണം എന്താണ്? diminishing marginal rate of substitution. അതാണ്. ഇനി ഇതിൽ രണ്ട് കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. രണ്ടാമത്തെ എന്താണ്? ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. ഇനി എ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് കാൾഡ് ഇൻഡിഫറൻസ് മാപ്പ്. അപ്പോൾ ഇവിടെ IC1 IC2 IC3 ഇതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കും. ഇൻഡിഫറൻസ് മാപ്പ്. ഇനി ടു ഇൻഡിഫറൻസ് കർവ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. നാലാമത്തെ പ്രോപ്പർട്ടി, ടു ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇന്റർസെക്ട്. രണ്ട് ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യുകയില്ല, ഇങ്ങനെ വരത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഇതേ രീതിയിൽ ടു ഇൻഡിഫറൻസ് കർവ്സ് IC1ഉം IC2ഉം ഇന്റർസെക്ട് ചെയ്യുകയില്ല. IC1 IC2 ടു ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇന്റർസെക്ട്. അടുത്തത് indifference curve. Higher indifference curve shows higher level of satisfaction and lower indifference curve gives a lower level of satisfaction. IC1 IC2 IC3 ഇവിടെ ഇതാണ് higher indifference curve. അപ്പോൾ higher indifference curve shows higher level of satisfaction and lower indifference curve shows lower level of satisfaction. അപ്പോൾ 1 2 3 4 5 ആയി. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഓഫ് കമ്മോഡിറ്റീസ്. ഇൻഡിഫറൻസ് കർവ് ഷോസ് സ്ട്രെയിറ്റ് ലൈൻ. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള കമ്മോഡിറ്റിയുടെ പാരലൽ ഈക്വൽ ഡിസ്റ്റൻസിൽ പാരലൽ ടു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇതേ രീതിയിൽ വരും. IC1 IC2 IC3 ഇതെന്തിനാണ്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ. എന്തിനാണ്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇനി വൺ മോർ. ഇൻഡിഫറൻസ് കർവ് കോംപ്ലിമെന്ററി ഗുഡ്സ്. In the case of complementary goods, indifference curve will be L-shaped. Complementary goods ന്റെ indifference curve എന്തായിരിക്കും? L-shape ആയിരിക്കും. Okay. These are the properties of indifference curve. അപ്പോൾ indifference curve എന്ന് പറഞ്ഞാൽ എന്താണ്? Indifference curve represents various combinations of
two goods that provide same level of satisfaction. ഇനി പ്രോപ്പർട്ടീസ് എന്താണ്? ഇൻഡിഫറൻസ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. അതിൻ്റെ കാരണം എന്താണ്? വെൻ വി ചൂസ് വൺ കമ്മോഡിറ്റി മോർ വി മസ്റ്റ് റെഡ്യൂസ് ദി കൺസംഷൻ ഓഫ് അനദർ ഗുഡ്. പിന്നെ ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. അത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. അതിൻ്റെ കാരണം എന്താണ്? ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. രണ്ടെണ്ണം കഴിഞ്ഞു. അടുത്ത മൂന്നാമത്താണ് എ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് റെപ്രസെന്റ്സ് ഇൻഡിഫറൻസ് മാപ്പ്. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, ടു ഇൻഡിഫറൻസ് കർവ് നെവർ ഇന്റർസെക്റ്റ്. നാലാമത്തെ പ്രോപ്പർട്ടി. അഞ്ചാമത്തതോ ഹയർ ഇൻഡിഫറൻസ് കർവ്സ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ലോവർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ. ദെൻ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇപ്പം കോഫി, ടീ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലേ? കോഫിയും ടീയും. ഗ്രീൻ പെൻ ആൻഡ് ബ്ലൂ പെൻ അതും എന്താണ്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ ഒന്നിൻ്റെ വില കൂടിയാൽ നമ്മൾ കോഫിയുടെ വില കൂടിയാൽ ടീ ചൂസ് ചെയ്യുന്നു, ടീയുടെ വില കൂടിയാൽ കോഫി ചൂസ് ചെയ്യുന്നു. ഇതിനെ ഇത്തരം സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുക. അതുപോലെ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി വിൽ ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ ബൈ വേ ഓഫ് ചൂസിങ് ടു ഗുഡ്സ് ടുഗദർ. രണ്ട് സാധനങ്ങളും ഒരുപോലെ ഉണ്ടാവണം. അപ്പോൾ അതിന് പെൻ ആൻഡ് ഇങ്ക്, കാർ ആൻഡ് പെട്രോൾ ഇതുപോലുള്ള കേസസ് തന്നെയാണ് നമ്മൾ എന്ത് പറയുക? കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുക. ദീസ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇനി നമുക്ക് ബജറ്റ് ലൈനാണ് പഠിക്കാനുള്ളത്. അതും അതുപോലെ തന്നെ മാക്സിമം സാറ്റിസ്ഫാക്ഷനുമാണ്. അടുത്ത ക്ലാസ് നമ്മൾ അതുകൂടെ പഠിച്ചു കഴിയുമ്പോൾ ഓർഡർലി യൂട്ടിലിറ്റി, അതിൻ്റെ ഒരു സമ്മറിയും കൂടെ പറയുമ്പോൾ ഓർഡർലി യൂട്ടിലിറ്റി എന്താണെന്ന് ക്ലിയർ ആവും. ഓക്കെ. I hope that you understood today's class. Please subscribe, share and support me. Thank you.